ചേട്ടാ അപ്പൊ ഒരു സോഡ ലൈം. മോനെ നിനക്ക് എന്തോ വേണം? പഞ്ചസാര വേണം, ഉപ്പ്? എനിക്ക് പഞ്ചസാര മതി, എനിക്ക് ഐസ് വേണ്ട. എങ്ങനെ ഉണ്ടാക്കി? ബീച്ചേട്ടൻ ഈ ലൈം, സോഡ ലൈം ഉണ്ടാക്കുന്ന ഈ കട ഇട്ടിരിക്കുന്ന ആള് മാത്രമല്ല, നല്ലൊരു കലാകാരൻ കൂടിയാണ്. സാരംഗി സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് കേരളാതിപുരത്ത് എന്റെ കൂട്ടുകാരി രാജശ്രീ എമ്മത്തിന്റെ ഹസ്ബൻഡാണ്. ചേട്ടൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കില്ലേ? ചെറുതായിട്ട് ആ വിനയം കൊണ്ട് പറയാണ്, തബല ചെറുതായി വായിക്കും. അതെ കൂടി. അപ്പൊ ഇങ്ങനെ പുറത്തൊക്കെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കട അടച്ചിടുവോ? ദൂരേക്കാണെങ്കിൽ കട അടച്ചിടും, അല്ലെങ്കിൽ വൈഫ് കൊണ്ടുപോകും. പഞ്ചസാര പണ്ട് തൊട്ടേ ഫേമസ് ആയിട്ടുള്ള കടയാണ് ബിജോണിന്റെ കട. ഞാനും റിവ്യൂ ഒക്കെ ആയിട്ട് തന്നെയാണ് വന്നത്. സ്ഥിരമായിട്ട് വരുമ്പോഴെല്ലാം സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്. നല്ലത് തന്നെയാണ്, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, സർവീസും ബെറ്റർ ആണ്. സ്ഥിരമായിട്ട് നേരത്തെ വരാറുണ്ടോ? സ്ഥിരമായിട്ട് വരുന്ന ആളാണോ? പുള്ളിയുടെ അച്ഛ ഉള്ളപ്പോൾ മുതലാണ് വരുന്നത്. ആ ബന്ധമുണ്ട്. എന്നെ കാണുമ്പോൾ തന്നെ ബിജുവിനറിയാം പഞ്ചസാരയാണോ ഉപ്പാണോ എന്ന് അറിയാം. അപ്പോൾ വന്നോണ്ട് ചോദിച്ചു ഉപ്പോ. പിന്നെ ഈ സോഡ ലൈം അല്ലാതെ വേറെ എന്തെങ്കിലും കച്ചവടത്തിൽ ബിസ്ക്കറ്റ് കാര്യങ്ങൾ എത്ര വർഷം കൊണ്ട് ഈ കട ഇവിടെ ഉണ്ട്? 60 വർഷത്തിന് മുകളിൽ വരും. 10 മണി വരെ ഇതിനകത്ത് ഇവിടെ ഉണ്ടാവും. അല്ലാതെ സർബത്ത് അങ്ങനെ സർബത്ത് അങ്ങനെയല്ല. ഇതിപ്പോ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വേറെ ഒന്നും നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. ദൂരെ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. എല്ലാ ദിവസവും സൺഡേ ഇല്ല. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പഞ്ചസാര 25 രൂപയും ഉപ്പ് 20 രൂപ. തിരുവനന്തപുരത്ത് നന്തൻകോട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ് ബീച്ചേട്ടൻ്റെ ഈ സോഡ ലൈമിൻ്റെ കടയുള്ളത്. വളരെ ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ചേർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സോഡ ലൈമിൽ ചേർക്കുന്നത്. പക്ഷേ ബീച്ചേട്ടൻ്റെ കൈപ്പുണ്യം കൊണ്ടായിരിക്കും വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. ഒരുപാട് പേര് വന്ന് കുടിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് വഴി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം ക്ലിഫ് ഹൗസ് ആണ് തൊട്ടടുത്ത്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫീസ് തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ ടേസ്റ്റിയാണ്. ഞാൻ കുടിച്ചു നോക്കി. കിടിലം. നിങ്ങളും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.